Hello all, welcome to Exam Learning. അപ്പോൾ NSC അല്ലെങ്കിൽ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷത്തെ അവർ ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾ ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് NSC എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഗേറ്റ് വേ ടു ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്. അതായത് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡിന് പങ്കെടുക്കാൻ പറ്റുന്ന അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് NSC അല്ലെങ്കിൽ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. അത് കണ്ടക്ട് ചെയ്യുന്നത് IAPT ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് ആണ് ആക്ച്വലി കണ്ടക്ട് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ 1500 എക്സാമിനേഷൻ സെന്റേഴ്സ് നാഷണൽ വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ്. അത് 38 വർഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, IAPT ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ HBCSEന്റെ അണ്ടറിലാണ് ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എക്സലൻസ് എന്ന് പറയുന്ന സയൻസ് എക്സാമിനേഷന്റെ അവരുടെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു എക്സാം എല്ലാം നടക്കുന്നത്. ആൻഡ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ്ലി മനസ്സിലാക്കുന്നത് NSC ഡിഫറെന്റ് കൈൻഡ്സ് ആണ്. സയൻസിൽ തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. വൺ ഫിസിക്കൽ സയൻസസ് ആണ്, അതിൽ ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രി ആണ്. അത് ക്ലാസ് 11 ക്ലാസ് 12 സ്റ്റുഡൻസിനാണ് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാൻ പറ്റുക. ആൻഡ് ലൈഫ് ആൻഡ് സ്പേസ് സയൻസസ് അതിൽ വരുന്നതാണ് NSCB and NSCA എന്ന് പറയുന്നത്. ബയോളജി ആസ്ട്രോണമി ലെവലിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇത് സീനിയർ ലെവലാണ് കേട്ടോ. നമ്മൾ ഫിസിക്കൽ സയൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ലൈഫ് ആൻഡ് സ്പേസ് സയൻസസ് ആണെങ്കിലും രണ്ടും എന്താണ്, ക്ലാസ് 11 ക്ലാസ് 12 പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു എക്സാംസിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് ക്ലാസ് 11 ക്ലാസ് 12 ആണ് ഈ രണ്ട് എക്സാംസ് നമ്മൾ പറഞ്ഞ രണ്ട് എക്സാംസിനും അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി 8, 9, 10 സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ NSCJS എന്ന് പറയുന്നത്. NSCJS 8, 9, 10 സ്റ്റുഡൻസിന് മെയിൻലി ഫോക്കസ് ചെയ്തുള്ള എക്സാം ആണ്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ ഓരോ സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റേജ് ആണ് നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ NSC എന്ന് പറയുന്നത്. ദെൻ കംസ് ദ INO, ദാറ്റ് ഈസ് ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ്സ്. സോ ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ്സിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്. INBO ഉണ്ട്, INC ഉണ്ട്, INPHO ഉണ്ട്, INCHO ഉണ്ട്, INAO ഉണ്ട്, അതുപോലെ തന്നെ INJS ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് ആണ് ആക്ച്വലി വരുന്നത്. ഈ സെക്കൻഡ് സ്റ്റേജ് ആരാണ് നടത്തുന്നത്, HBCSE ആണ് നടത്തുന്നത്. ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എക്സാമിനേഷൻ ആണ് അവരാണ് നടത്തുന്നത്. ആൻഡ് ദെൻ കംസ് ദ OCSE, ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ്. അതും HBCSE ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് മുംബൈയിൽ വെച്ചിട്ടായിരിക്കും. ആൻഡ് അതിനുശേഷമായിരിക്കും PDC അല്ലെങ്കിൽ പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ് ക്യാമ്പ്. ആ ട്രെയിനിങ് ക്യാമ്പിൽ ഇന്ത്യൻ ടീമിൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റേജ് 4 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ അതിൽ സെലക്ട് ചെയ്യുന്ന ആളുകളാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, സ്റ്റേജ് 5 ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡിൽ എന്ത് ചെയ്യുക, ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് പോവുക. ഒരുപാട് സ്റ്റുഡൻസ് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സിലെ ഗോൾഡ് മെഡൽസ് എന്ത് ചെയ്യുന്നുണ്ട്, കരസ്ഥമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ചാനലിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോരുത്തർക്കും പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ഈ ഒരു എക്സാം മിസ് ഔട്ട് ചെയ്യരുത്. സോ ഈ ഒരു എക്സാം വരുന്നത് എന്നാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നോക്കാം. അതും നമ്മൾ NSCA നോക്കാം. ആസ്ട്രോണമിയിൽ നടത്തുന്ന എക്സാം ആണ്. ആ എക്സാം സാറ്റർഡേ നവംബർ 22 വരുന്നത്. അത് 2:30 മുതൽ 4:30 2 hours ആണ് നമ്മൾ എക്സാം വരുന്നത്. അപ് ടു ക്ലാസ് 12 വരെയുള്ള സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. മേജർലി ക്ലാസ് 11 ആൻഡ് ക്ലാസ് 12 സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ദെൻ കംസ് ദ NSEP, അത് ഫിസിക്സിൽ നടത്തുന്നതാണ്. നാഷണൽ സയൻസ് എക്സാമിനേഷൻ ഇൻ ഫിസിക്സ് ആണ്. ദെൻ അതിൽ സൺഡേ ആണ് അതിൻ്റെ എക്സാം വരുന്നത്. 23 നവംബറിനാണ്. 8:30 to 10:30 ആണ് അതിൻ്റെ ടൈം വരുന്നത്. അപ്പം അതും ക്ലാസ് 11 ക്ലാസ് 12 സ്റ്റുഡൻസിനാണ് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാൻ പറ്റുക. ദെൻ കംസ് ദ NSEC കെമിസ്ട്രി ആണ്. കെമിസ്ട്രി സൺഡേ തന്നെയാണ് അത് വരുന്നത്. 11:30 to 1:30 ആണ് അതിൻ്റെ ടൈം വരുന്നത്. അത് ആഫ്റ്റർനൂൺ 1:30 വരെയാണ്. അതും ക്ലാസ് 11 ക്ലാസ് 12 സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ദെൻ കംസ് ദ NSEB നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ബയോളജി ആണെങ്കിൽ അതും 23 തന്നെയാണ്. അതിന് ടൈം വരുന്നത് 2:30 PM to 4:30 PM ആണ്. അതും +1 +2 സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി വരുന്നതാണ് NSCJS നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ജൂനിയർ സയൻസ്. അത് ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് ആണ്. 8, 9, 10 സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് നവംബർ 23 സെയിം ടൈമാണ്. NSEB നടക്കുന്ന സെയിം ടൈമാണ്. 2:30 to 4:30 ആണ് അതിൻ്റെ ടൈം വരുന്നത്. അപ് ടു ക്ലാസ് 10 ആണ് എന്ത് ചെയ്യുന്നത്, അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ NSC അല്ലെങ്കിൽ NSCP, NSCC, NSCB, NSCA ഈ ഒരു എക്സാമിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? പാസ്പോർട്ട് ആൻഡ് റെസിഡൻസി. നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് എന്താണ് നിങ്ങൾ വേണം. ആൻഡ് ഓൾസോ യു വിൽ ബി എ റെസിഡന്റ് ടു ഇന്ത്യ. ഇന്ത്യയിൽ ഒരു റെസിഡന്റ് ആയിരിക്കണം. ആൻഡ് സ്റ്റഡിയിങ് ഇൻ ഇന്ത്യ ആൻഡ് ഇന്ത്യൻ സ്കൂൾ സിസ്റ്റം. അതായത് ഇന്ത്യയിലെ ഒരു സ്കൂൾ സിസ്റ്റം, അതായത് CBSE ബോർഡോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡോ ഏതെങ്കിലും ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുന്ന, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഹോൾഡറോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് വിൻഡോ ഉണ്ട്. കാൻഡിഡേറ്റ് മസ്റ്റ് ബി ബിറ്റ്വീൻ 1st July 2006 to 30th July 2011. ബോത്ത് ഡേയ്സ് ഇൻക്ലൂസീവ്. 2 ഡേയ്സും ഇൻക്ലൂസീവ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസിന് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ NSCJസിന് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ NSCAക്കും APക്കും ഒക്കെ എന്താണ് ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പം സീനിയർ കാറ്റഗറിയാണ് പറയുന്നത്. സീനിയർ കാറ്റഗറിയുടെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന്റെ കൺസ്ട്രെയിൻ ആണ് ആക്ച്വലി ഇവിടെ പറഞ്ഞുള്ളത്. ഇനി നമ്മൾ ഏതൊക്കെ ക്ലാസ്സിന് എൻറോൾ ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞു +1, +2 സ്റ്റുഡൻസിനാണ്. ബട്ട് ലേറ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ക്ലാസ് 10 പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലാസ് 10, ക്ലാസ് 11 ആൻഡ് ക്ലാസ് 12 സ്റ്റുഡൻസിനാണ് ചെയ്യാൻ പറ്റുക. ആൻഡ് നോട്ട് ഹാവ് പാസ് ദ ക്ലാസ് 12 ബോർഡ് എക്സാം. ക്ലാസ് 12 ബോർഡ് എക്സാം എന്ത് ചെയ്യരുത്? നിങ്ങൾ പാസ് ആവരുത്. നിങ്ങൾ റൈറ്റ് നോ +2 പഠിക്കുന്ന അല്ലെങ്കിൽ +1 പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ 10th പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം. അത് 10th പഠിക്കുന്ന എങ്ങനെയുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം? ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ദെൻ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കണം? മസ്റ്റ് നോട്ട് ഹാവ് കമ്മൻസ്ഡ് ഓർ പ്ലാൻ ടു കമ്മൻസ് സ്റ്റഡീസ് ഇൻ യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ് ഡിഗ്രി പ്രോഗ്രാം ബിഫോർ June 1st ഓഫ് ദ എക്സാം സൈക്കിൾ ഇയർ. June 1st നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ സെലക്റ്റഡ് ആയിരിക്കരുത്. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുക. ആൻഡ് ക്രോസ് അപ്പിയറിംഗ് റെസ്ട്രിക്ഷൻ, ഇതൊക്കെ നമ്മൾ 2nd സ്റ്റേജ് 3rd സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. സീനിയർ NSC കാൻഡിഡേറ്റ് കനോട്ട് കൺകറന്റ്ലി അപ്പിയർ ഇൻ NSCJS എക്സാമിനേഷൻ ഇൻ ദ സെയിം ഇയർ. അതായത് NSCJSന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? NSCPക്കും NSCക്കും Aക്കും അതുപോലെ തന്നെ Bക്കും Cക്കും എന്ത് ചെയ്യില്ല? അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ കം ദ NSCJS എന്ന് പറഞ്ഞാൽ 8, 9, 10 സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ സ്കൂൾ എൻറോൾമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? സ്കൂൾ എൻറോൾമെന്റ് അവർക്ക് റെക്കഗ്നൈസ്ഡ് സ്കൂളാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ സ്കൂൾ സിസ്റ്റം ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ പറഞ്ഞ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1st January 2011 to 31st December 2012. ഈ ഒരു 2 ഡേറ്റ്സിലും ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ആ ഡേയ്സിൽ ജനിച്ചവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ മസ്റ്റ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് ക്ലാസ് 10 എക്സാമിനേഷൻ പ്രയർ ടു November 30th ഓഫ് ദ സെയിം ഇയർ. അതായത് ഈ ഇയറിലെ November 30th ആകുമ്പോഴേക്കും നമ്മളുടെ എക്സാം കഴിഞ്ഞിരിക്കരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. മസ്റ്റ് നോട്ട് അപ്പിയർ ഇൻ എനി സീനിയർ എക്സാം. NSCP, NSCC, NSCB, NSCAക്കൊക്കെ അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? NSCJSന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആൻഡ് സിലബസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ജനറൽ സയൻസ് കവറിങ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി അപ് ടു CBSE ക്ലാസ് 10 ഡിഫിക്കൽട്ടി ലെവൽ. CBSE ക്ലാസ് 10 ഡിഫിക്കൽട്ടി ലെവലിലാണ് ആക്ച്വലി ചോദിക്കാറുള്ളത്. പക്ഷേ ക്ലാസ് 11ലും ക്ലാസ് 12ലും കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? NSCJSന് നോർമലി ചോദിച്ച് കാണാറുണ്ട്. അതെന്ത് ചെയ്യാം? നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ആൻഡ് ഈ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് 300 rupees കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു എക്സാം ആണ്. സോ ഈ ഒരു എക്സാമിനേഷൻ്റെ ഫീ എന്ന് പറയുന്നത് 300 rupees ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള IAPT ത്രൂ ആണ് നമ്മൾ രജിസ്ട്രേഷൻ എല്ലാം നടക്കുന്നത്. നമുക്ക് സെൻറ്റർ ത്രൂ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. സെൻറ്റർ രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആഫ്റ്റർ August 21st ആണ്. അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അതിൻ്റെ ശേഷം നമ്മൾ എന്തായിരിക്കും? തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്തിരിക്കുക. ആൻഡ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 300 rupeesഉം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്കൂൾ സെൻറ്റർ ത്രൂ രജിസ്ട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അറൗണ്ട് അക്രോസ് ഇന്ത്യ ആൻഡ് 1500+ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. സോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. August 21st നമ്മുടെ രജിസ്ട്രേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഈ ഒരു പാർട്ടുമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും വിഷയങ്ങളോ ആയിട്ടോ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ www.iapt.org.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. IAPTയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ
ത്രൂ ആണ് നമ്മുടെ രജിസ്ട്രേഷൻ എല്ലാം ഇൻഡിവിജ്വൽ രജിസ്ട്രേഷനും സ്കൂൾ രജിസ്ട്രേഷനും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ രജിസ്ട്രേഷൻ ഒക്കെ നടക്കുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ന്യൂ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.